ശമ്പളം കൂട്ടിക്കിട്ടുന്നുള്ള പ്രതീക്ഷയിലായിരുന്നു ഞാൻ പിടിച്ചു നിന്നത്. ശരി, നിങ്ങൾ വിഷമിക്കണ്ട. എന്താ പറ്റിയെന്ന് നമുക്ക് ചോദിക്കാം. നീ അവിടെ നിന്നേ. നിനക്ക് എല്ലാ ദിവസവും ഇങ്ങനെ കമ്പനിയുമായി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കണമെന്ന് വല്ല വാശിയുണ്ടോ? ഇതിപ്പോ നിന്നെ ബാധിക്കുന്ന പ്രശ്നം പോലുമല്ല. നിങ്ങൾ എന്തിനാണ് വെറുതെ കരഞ്ഞ് നാടകം കളിക്കുന്നേ? നിങ്ങൾക്ക് ശമ്പളം തരാതിരുന്നിട്ടൊന്നുമില്ലല്ലോ. സാധാരണ തരുന്ന ശമ്പളം തന്നെയല്ലേ തന്നത്. അതിലെന്താ കുഴപ്പം? ഞങ്ങൾ ജോലി ചെയ്തിരുന്നപ്പോ ഇതിന്റെ 1/3 പോലും ശമ്പളം ഉണ്ടായിരുന്നില്ല. അന്ന് കഷ്ടപ്പെട്ട് കമ്പനിയോട് കൂറ് കാണിച്ച് ജോലി ചെയ്തോണ്ടാ ഇപ്പൊ മോശമല്ലാത്ത ശമ്പളം കിട്ടുന്നത്. നിങ്ങളെപ്പോലെ വന്ന് കയറിയ ഉടനെ ശമ്പളത്തെ പറ്റി കമ്പനിയോട് വഴക്ക് കൂടിയിട്ടല്ല ഞങ്ങൾ ഇവിടെ ഇത്രയും കാലം പിടിച്ചു നിന്നത്. ഈ പെൺകുട്ടികൾ ചോദിച്ചാൽ എന്താ തെറ്റ്? നമ്മൾ ജോലിക്ക് ചേർന്നപ്പോൾ അവസ്ഥയാണോ ഇപ്പോൾ ഉള്ളത്? എല്ലാ സാധനങ്ങൾക്കും 3 ഇരട്ടി വിലയായില്ലേ? അവര് ജോലിക്ക് കയറിയപ്പോ തരാമെന്ന് പറഞ്ഞ ശമ്പളം എന്തുകൊണ്ട് തരുന്നില്ലെന്നല്ലേ അവര് ചോദിക്കുന്നത്? അതിലെന്താ തെറ്റ്? ഇതേ നിശ ചേച്ചിയല്ലടാ കുറച്ചു കാലം മുമ്പ് ശമ്പളത്തിൽ 100 രൂപ കുറഞ്ഞു പോയെന്നും പറഞ്ഞ് മുകളിലത്തെ ഓഫീസിൽ പോയി ബഹളം വെച്ചത്. സ്വന്തം കാര്യം ആവും മാത്രമേ ആ ചൂട് കാണൂ. ബാക്കിയുള്ളവർക്ക് എന്ത് പറ്റിയാലും നിശ ചേച്ചിക്ക് എന്താ? നിഷ ചേച്ചി, കരുണാകര സാറ് പറയുന്നത് കേട്ടിട്ടാ എല്ലാം ചെയ്യുന്നതെന്ന് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. ഇങ്ങനെ വീണ്ടും വീണ്ടും അയാളോട് കൂറ് തെളിയിക്കേണ്ട ഒരു കാര്യമില്ല. എല്ലാവരും എന്താ എനിക്കെതിരെ തിരിയുന്നേ? ഞങ്ങളുടെ കൂടെ അവരെ ചോദ്യം ചെയ്യാൻ നിന്നില്ലെങ്കിലും കുഴപ്പമില്ല. ഇങ്ങനെ കുറ്റം പറയാൻ തുടങ്ങിയ ചേച്ചി ആരുടെ ഭാഗത്താണെന്ന് എല്ലാവർക്കും മനസ്സിലാവും. ഇന്നിവർക്ക് ശമ്പളം കൂട്ടിക്കൊടുക്കാത്തതിനെ നമ്മൾ ചോദ്യം ചെയ്തില്ലെങ്കിൽ നാളെ നമുക്കും ഇതുപോലൊരു ആവശ്യം വന്നാൽ ആരും കൂടെ നിൽക്കില്ല. ഇത് വലിയ വിഷയമാണെന്ന് ഞാൻ പറഞ്ഞതല്ലേ മാഡം. പാറുവിന് വേണ്ടി പ്രിയൻ എല്ലാവരെയും കൂട്ടുപിടിച്ച് വലിയ പ്രതിഷേധം തന്നെ നടത്തും മാഡം. താൻ ചെന്ന് അവരോട് സംസാരിക്കേ. മാനേജ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ വരാം. ശരി മാഡം. നമുക്ക് കരുണാകരൻ സാറിനോട് പോയി ചോദിക്കാം. അയ്യോ വേണ്ടായേ, ഞാൻ അങ്ങോട്ട് വന്നോളാടാ. എന്താണാവോ പ്രശ്നം? ഇവർ 3 പേർക്കും റൂൾസ് പ്രകാരം ശമ്പളം കൂട്ടിക്കിട്ടേണ്ടതാണ് സർ. പക്ഷേ ഇവർക്ക് പഴയ ശമ്പളം തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഓ, ഇവരെല്ലാവരും ഈ പരാതിയുമായി നിന്റെ അടുത്തേക്ക് വന്നപ്പോഴത്തേക്കും നീ ചാടി എണീറ്റ് അനീതിക്കെതിരെ പ്രതികരിക്കാൻ ഇറങ്ങി അല്ലേ? സാർ ആദ്യം ചോദിച്ചതിന് മറുപടി പറ. ഇവർക്ക് അർഹതപ്പെട്ട ഇൻക്രിമെന്റ് എന്താ കൊടുക്കാത്തത്? നിനക്കൊന്നും മറുപടി തരേണ്ട കാര്യേ എനിക്കില്ലേ. 6 മാസം കൂടുമ്പോ കൊടുക്കേണ്ട ഇൻക്രിമെന്റ് 1 വർഷമാക്കി മാറ്റി. ഇതേ നിങ്ങളുടെ മാത്രമല്ല, PKR ഗ്രൂപ്പിന്റെ എല്ലാ ബ്രാഞ്ചിലും പ്രാവർത്തികമാക്കിയിട്ടുണ്ട്. ഈ റൂൾ എപ്പോഴാ മാറ്റിയത്? ഞങ്ങളെ ആരെ ഒന്നും അറിയിച്ചില്ലല്ലോ. ഈ മാസമാണ് തീരുമാനം എടുത്തത്. നോട്ടീസും സർക്കുലറൊക്കെ പിന്നാലെ കിട്ടിക്കോളും. ഇങ്ങനെ പെട്ടെന്ന് റൂൾസ് മാറ്റുന്നതിൽ എന്ത് ന്യായമോ സാർ ഉള്ളത്? നിങ്ങളൊക്കെ ജോലിയിൽ കയറിയപ്പോ കാണിച്ച ശുഷ്കാന്തിയൊന്നും ഇപ്പോഴത്തെ പിള്ളേർ കാണിക്കുന്നില്ല. അതുകൊണ്ട് പ്രൊഡക്ഷനും വല്ലാതെ കുറഞ്ഞിട്ടുണ്ട്. അവരുടെ ജോലി കണ്ടിട്ടാ നിങ്ങൾക്ക് ഇപ്പൊ ഇൻക്രിമെന്റ് വേണ്ടെന്ന് കമ്പനി തീരുമാനിച്ചത്. അപ്പൊ പാറുവിന്റെ കാര്യോ? അവള് സ്വീപ്പറിൽ നിന്നും ടൈലറായിട്ട് മാറിയതല്ലേ? എന്നിട്ടെന്താ അവക്ക് പഴയ ശമ്പളം തന്നെ കൊടുക്കുന്നത്? ഇവളെ ആരടാ ടൈലറാക്കിയത്? ഞങ്ങളല്ലല്ലോ. ഓടുന്ന ട്രെയിനിലെ ടിക്കറ്റ് ഇല്ലാതെ കയറിയ പോലെയാ ഇവളുടെ അവസ്ഥ. അവകാശങ്ങളെ കുറിച്ച് സംസാരിക്കാനുള്ള യോഗ്യതയൊന്നും ഇവൾക്കില്ല. ഒരു 3 മാസം കൂടി ജോലി ചെയ്യട്ടെ, എന്നിട്ട് ശമ്പളം കൂട്ടി കൊടുക്കണമെന്ന് ആലോചിക്കും. സാർ എന്തൊക്കെയാ പറയുന്നത്? ഈ കമ്പനിയിലെ ഏറ്റവും നല്ല ടൈലർ ആണെന്ന് സാറ് തന്നെ പറഞ്ഞ നിഷ ചേച്ചിയെ ഞാൻ മത്സരത്തിൽ തോൽപ്പിച്ചതല്ലേ? ഏറ്റവും കൂടുതൽ ഷർട്ടുകൾ തയ്ച്ചതിന് എനിക്ക് കമ്പനിയിൽ നിന്ന് സമ്മാനം കിട്ടിയതാ. എന്നിട്ടും എന്റെ കഴിവ് അളക്കാൻ 3 മാസം കൂടി വേണമെന്ന് പറഞ്ഞാൽ അതെന്ത് ന്യായോ? എന്തിനാ സാർ എന്റെ ജീവിതം കൊണ്ടിങ്ങനെ കളിക്കുന്നത്? അതിനു മാത്രം എന്ത് തെറ്റാ ഞാൻ സാറിനോട് ചെയ്തത്? ഇയാളോട് സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല. നമ്മുടെ നല്ലതിന് വേണ്ടി ഇയാൾ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. നമുക്ക് മോളിൽ ചെന്ന് സംസാരിക്കാം. ഹലോ, എക്സ്ക്യൂസ് മീ. അവിടെ ചെന്ന് സംസാരിച്ചിട്ടും ഒരു കാര്യവുമില്ല. ഇത് മാനേജ്മെന്റ് ഒറ്റക്കെട്ടായി എടുത്ത ഡിസിഷനാ.
പണ്ട് സ്റ്റിച്ച് ചെയ്ത് കിട്ടുന്ന ഷർട്ട്സ് വെച്ച് നോക്കുമ്പോ ഇപ്പോ ക്വാളിറ്റി നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. പണ്ട് സ്റ്റിച്ച് ചെയ്ത് കിട്ടുന്ന ഷർട്ട്സ് വെച്ച് നോക്കുമ്പോ ഇപ്പോ ക്വാളിറ്റി നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. നമ്മൾ കൊടുക്കുന്ന പല പീസുകളും റിജക്റ്റ് ആയി തിരിച്ചു വരുന്നുണ്ട്. അതുകൊണ്ടാണ് മാനേജ്മെന്റ് ടെമ്പററി പീരീഡ് 1 ഇയർ ആക്കിയത്. അങ്ങനെ മാഡം പറയുന്ന വാക്ക് മാത്രം വിശ്വസിക്കാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. ഞങ്ങൾക്ക് മാനേജ്മെന്റുമായിട്ട് സംസാരിക്കണം. നീ ആരോട് സംസാരിക്കാനാടാ പോകുന്നത്? കൈലാഷിനോടാണോ? എല്ലാരും കൈലാഷിനോടല്ലേ പരാതി പറയാൻ ഉദ്ദേശിക്കുന്നത്? കൈലാസ് സാറിനോട് തന്നെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. എന്നാ പിന്നെ വേഗം പോയി സംസാരിച്ചിട്ടോ. അപ്പോഴേ നിങ്ങൾക്ക് സത്യം എന്താണെന്ന് മനസ്സിലാവും. എന്ത് സത്യത്തിന്റെ കാര്യം സാർ സംസാരിക്കുന്നത്? അത് ടെമ്പററി പീരീഡ് 1 വർഷം ആക്കണമെന്ന് പറഞ്ഞത് കൈലാഷ് തന്നെയാണ്.